ബേസിൽ ജോസഫും അനശ്വര രാജേന്ദ്രനും കൂടി വന്ന് കാറിൽ വരുമല്ലോ കൂട്ടുകാരായിട്ട്. അവിടെ സ്ഥലമാണ് ഈ സ്ഥലം. കൊക്കരക്കോ എന്ന് പറഞ്ഞ സിനിമ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ എന്റെ എത്രയോ വർഷം പിടിച്ച സിനിമയുടെ കൊക്കര. മാക്സിമം ഒരു 8-10 സിനിമകൾ പിടിച്ചിട്ടുണ്ട്. 11 സിനിമ പിടിച്ചിട്ടുണ്ട്. അവസാനം എടുത്ത സിനിമയാണ് നമ്മുടെ ഗുരുവായൂർ അമ്പലം നടയിൽ പറഞ്ഞിട്ടുള്ള സിനിമ. പാണ്ടിപ്പടയില് ഹരിശ്രേഷ ദിലീപ് കൂടി കുളിക്കണം. ഇവിടെ വന്നപ്പോ 11 സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇവിടെ ലൊക്കേഷൻ. അതുപോലെ തന്നെ ഗുരുവായൂര് ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറയണ എത്ര നല്ല സ്ഥലമല്ലേ ഇത്. ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അച്ഛൻ പറയുമ്പോഴേ അറിയണേ നിങ്ങളുടെ സ്ഥലം ഉണ്ടെന്ന്. BR ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇങ്ങനെ കാണുന്ന ഈ ഒരു ഏരിയ ഉണ്ടോ, രണ്ട് സൈഡിൽ ഗ്രില്ലൊക്കെ കെട്ടി, ഇതൊരു പാടത്തിന്റെ സെന്റർ കൂടി കേട്ടാ. ഇത് നല്ല സ്റ്റൈലിൻ ഏരിയ ആണ്. ഈ ഏരിയ, ഈ റോഡും ഈ പാടത്തിന് ഇത് ആരെങ്കിലും എവിടെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? തകട് ഓർക്കണ്ട, തിരു ഓർക്കണ്ട, എവിടെ കുറെ സിനിമയിലുണ്ട് സംഭവം. ഇപ്പൊ അടുത്ത സിനിമയിലും കൂടി ഉണ്ടല്ലേ. ഏതാ സിനിമ പറ? ഗുരുവായൂർ അമ്പനാടയിൽ എന്ന സിനിമയിൽ. അപ്പൊ ഗുരുവായൂർ അമ്പനാടയിൽ എന്ന സിനിമയില് ബേസിൽ ജോസഫും അനശ്വര രാജേന്ദ്രനും കൂടി വന്ന് കാറിൽ വരുമല്ലോ കൂട്ടുകാരായിട്ട്. അവിടെ സ്ഥലമാണ് ഈ സ്ഥലം. കല്യാണത്തിന് മുന്നേ കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ആ മറ്റേ സ്ഥലത്തിന്റെ ലൊക്കേഷനാണിത്. ഇതിനെ പറയുന്ന പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടാടം പാടം എന്ന് പറയും. കാവീട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് നിൽക്കുന്നത് കേട്ടോ. ഗുരുവായൂരിൽ നിന്ന് ആനക്കോട്ട റോഡ് വന്നിട്ട് ആനക്കോട്ട കഴിഞ്ഞിട്ട് തമ്പരാമ്പടി എത്തുമ്പോൾ നമ്മുടെ മല്ലാട് പേരകം പറഞ്ഞൊരു റോഡുണ്ട്. അതിലേ വന്നു കഴിഞ്ഞാൽ പനാമ റോഡ് എന്ന് പറയും. അതിലേ വന്നു കഴിഞ്ഞാൽ നേരെ വരുന്നത് ഇങ്ങോട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് സിനിമകൾക്ക് വേണ്ടിയിട്ട് ഈ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിൽ അവസാനം എടുത്ത സിനിമയാണ് നമ്മുടെ ഗുരുവായൂർ അമ്പലം നടയിൽ പറഞ്ഞിട്ടുള്ള സിനിമ. അതിന് മുന്നേ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫ്ലക്സ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് മുതൽ ഏതൊക്കെ സിനിമകൾ. പക്ഷെ ആ ഫ്ലക്സ് ഇവിടെ കാണാനില്ല. അതുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരായിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കാണല്ലേ ചേട്ടായി. ഇവിടെ ഏതൊക്കെ സിനിമകളാണ് ഇവിടെ എടുത്തിങ്ങനെ അറിയാമോ? ഇവിടെ ഫ്ലക്സ് വെച്ചിട്ടുണ്ടെന്നാ ജയ്സേ. എന്താണ് കൊക്കരക്കോ സിനിമ. പിന്നെന്താണ് ഡാർലിംഗ് നമ്മുടെ പിന്നെന്താണ് ഗുരുവായൂർ അമ്പലനടയില്. അതാണ് ഇപ്പൊ അവസാനം പിടിച്ച സിനിമ. പിന്നെ ഒരു മാക്സിമം ഒരു 8-10 സിനിമകൾ പിടിച്ചിട്ടുണ്ട്. 11 സിനിമ പിടിച്ചിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു ഇതാണ്. ഇത് നമ്മുടെ മറ്റേ മുനിസിപ്പാലിറ്റിയുടെ വയോ പാർക്കിലെ രണ്ട് സൈഡ് ഇത് ചെയ്യുന്നത് അവരാണല്ലേ? കൃഷി ചെയ്യുന്നതൊക്കെ? കൃഷി ചെയ്യണത് മുനിസിപ്പാലിറ്റി അല്ല, ഇവിടുത്തെ കർഷകരാണ്. പിന്നെ കുറെ ഒരു കൂട്ടായ്മ, കുട്ടാടംപാടം നെൽ സംരക്ഷണ വകുപ്പ് അല്ല ഒരു കൂട്ടായ്മ ഒക്കെ ഉണ്ട്. ഓക്കെ ചേട്ടാ, താങ്ക് യു. ചേട്ടാ ഇവിടെ തന്നെ ഉള്ളതല്ലേ? എങ്ങനെയുണ്ട് സിനിമക്ക് ഷൂട്ടിങ് കാണാൻ വരാറുണ്ട്? ഇവിടേക്ക് വരാറുണ്ട് അല്ലേ? വരില്ലേ? ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും. അതെ. ഏതായാലും നല്ല ഒരു ഇതാട്ടോ ഇത്. മറ്റേ നല്ല കുറച്ചുകൂടി വെയില് മറ്റേ ആറിക്കഴിഞ്ഞാൽ സുഖമാണല്ലോ ഇരിക്കാനൊക്കെ. ഒക്കെ സുഖമാണ്. ഓക്കെ, ശരി. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇരിക്കാൻ ഒരു സൗകര്യമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഫാമിലി ആയിട്ട് വന്നിരിക്കുക, അതുപോലെ തന്നെ കുട്ടികളായിട്ട് വന്നിരിക്കാം. എന്ന് വെച്ചാൽ അതിനൊക്കെ പറ്റുന്നൊരു ഏരിയ ഉണ്ട് അത്. കാരണം എല്ലാവർക്കും ഇരിക്കാനുള്ള മറ്റേ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കി. പിന്നെ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് കാണാൻ തന്നെ. നല്ല വ്യൂ ആണ്, നല്ല സ്റ്റൈലാണ്. രണ്ട് സൈഡും പാടമായിട്ട്. അതെന്ന് വെച്ചാൽ സിനിമ ലൊക്കേഷനൊക്കെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സ്ഥലമാണത്. അതെല്ലാവർക്കും പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. ഓൺലൈനിലൊക്കെ അറിയപ്പെടുന്നത് പാടം വ്യൂ എന്ന് പറഞ്ഞിട്ടാണ്. അതെ, ഓൺലൈനില് ഇതിന് ശരിക്കും പറയാം കുട്ടാടം പാടം എന്ന് പറയാം. കാവീട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കുട്ടാടം പാടം. എന്നാലും അടിപൊളിയാണ്. ഈ ലൊക്കേഷൻ കണ്ടെത്തിയ ആള് എന്തായാലും സൂപ്പറാണ്. 11 സിനിമകളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, ഷൂട്ട് ചെയ്തിരിക്കുന്നത്. 15 സിനിമകൾ. അതില് 11ാമത്തെ സിനിമയാണ് നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ. അതിന് മുന്നേ ഇപ്പൊ ആള് പറഞ്ഞ പോലെ, ചേട്ടായി പറഞ്ഞ പോലെ തന്നെ കൊക്കരക്കോ, ഡാർലിംഗ് അങ്ങനെ കുറെ പടങ്ങൾ. അതിന്റെ വ്യക്തമായിട്ട് അതെല്ലാം എഴുതിയിട്ടുള്ള ഒരു ഫ്ലക്സ് അവിടെ ഇരുന്നായിരുന്നു. അതിവിടെ പണി എന്തോ നടന്നപ്പോ അത് എടുത്ത് മാറ്റിയതാണ് തോന്നുന്നുണ്ട്. അതിപ്പോ അവിടെ കാണാനില്ല. അല്ലെങ്കിൽ അത് കുറെ പഴക്കം ചെന്നതുകൊണ്ട് അത് പുതിയ ഫ്ലക്സ് ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എടുത്ത് മാറ്റിയതായിരിക്കാം.
രസമുണ്ട്. പിന്നെ രണ്ട് ഇവിടെ ഉണ്ടല്ലോ ഒരു ഒഴുക്കൊക്കെ, വെള്ളത്തിന് എന്താ വെച്ച് പാടത്തേക്ക് വെള്ളം എത്തിക്കാനാന്ന് തോന്നുന്നില്ല. ഇത് തോട് 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 കണ്ടില്ല എന്ത് രസം അവിടെ ഒക്കെ. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. ഇത് തോട് ഇത് കെട്ടിയിരിക്കാണല്ലോ ഇവിടെ അല്ലേ? അതേ പറഞ്ഞേ. ഇവിടെ നല്ല വെള്ളായിരിക്ക് ആ പാടത്തേക്ക് എടുക്കാൻ വേണ്ടി കണ്ടില്ല അവിടെ ഒരു ഓസ കിട്ടും. മോട്ടർ പാണ്ടിപ്പടയില് ഹരിശ്രേഷ് ദിലീപ് കൂടി കുളിക്കണം. ബാത്ത് ടപ്പില്ലേ കറക്റ്റ് ഇതുപോലെയാണ്. പക്ഷെ ഇതല്ല പക്ഷെ അതുപോലെ തന്നെ കാണാം. അപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാര് ഇതുപോലുള്ള നിങ്ങളുടെ നാട്ടിലുള്ള ഇതുപോലുള്ള ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇവിടെ വന്നപ്പോ അതെ ഒരു 5:30 6 മണി 5:30 ആയപ്പോ വന്നപ്പോ നല്ല കാറ്റുണ്ട് ഇവിടെ അല്ലേ? നല്ല കാറ്റുണ്ട്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാല് കുറച്ചും കൂടി ഭംഗിയായിരിക്കും ഇരിക്കാനും. പിന്നെ ഇതിന്റെ രണ്ട് സൈഡില് ചെടികള് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് ഇതല്ലേ പിന്നെ ഇവിടെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ പേര ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. എന്തായാലും അടിപൊളി ഏരിയയാണ്. എന്തായാലും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി ഇങ്ങനെ തോന്നിയത് തന്നെ വളരെ നല്ലൊരു ഏരിയയാണ് കേട്ടോ. ഇതുപോലെ ഒരുവിധം സ്ഥലങ്ങളൊക്കെ ആക്കുകയാണെന്ന് ആ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ നല്ല സുഖമാണ്. ഇപ്പൊ ഞാന് ഇപ്പൊ അടുത്ത് പത്രത്തില് ഞാൻ കണ്ടു, അതായത് നമ്മുടെ മുനിസിപ്പാലിറ്റി തന്നെ പല മുനിസിപ്പാലിറ്റി പല വാർഡുകളിലായിട്ട് ഈ കുട്ടികൾക്കുള്ള പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ വാർഡുകളിലായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പാർക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ടൗൺ ഏരിയയിൽ മാത്രമേ പാർക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പം മുനിസിപ്പാലിറ്റി ഒക്കെ മുൻകൈ എടുത്തുകൊണ്ട് ഓരോ വാർഡ് തലത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികളുടെ പാർക്ക്. അപ്പൊ നമ്മുടെ ശവക്കോട്ടല്ലേ അതേപോലെ പാർക്കൊക്കെ. ശവക്കോട്ട എന്ന് പറഞ്ഞാല് അത് വേസ്റ്റ് കൊണ്ടുവരുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ്. അങ്ങനെ ആൾക്കാർ പറഞ്ഞു അത് ആ സ്മെല്ലും അതൊക്കെ വന്നിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എടുത്ത് മാറ്റി വിടുന്നു. അതൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ അവിടെ അടിപൊളി കുട്ടികളെ പാർക്കായി. അതിനപ്പുറത്ത് ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. മറ്റേ എന്താ പറയാ ഇതിലെ കുടുംബശ്രീയുടെ ഹോട്ടലുണ്ട്. അപ്പൊ ആ സ്മെല്ലൊന്നും ഇല്ല ഇപ്പൊ അവിടെ. അതൊക്കെ എടുത്ത് മാറ്റി കംപ്ലീറ്റ് ക്ലീൻ ആക്കി ഹരിതകർമ്മസേനക്കാരെല്ലാം ശരിയാക്കി സെറ്റപ്പ് ആക്കി മുനിസിപ്പാലിറ്റി. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അടിപൊളിയാണ്. ഇപ്പൊ ഇത് എന്താ വെച്ചാൽ സാധാരണ നമ്മുടെ പാടത്തിന് അടുക്കൂടെ റോഡ് പണിതിട്ടുണ്ട്. പക്ഷെ ഇത് രണ്ട് സൈഡിലൊക്കെ കെട്ടി അതിന് ഇരിക്കാനുള്ള ഇരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതൊരു അടിപൊളിയാണ്. അതുപോലെ തന്നെ ഗുരുവായൂര് ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറയണ എത്ര നല്ല സ്ഥലമല്ലേ ഇത്. ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അച്ഛൻ പറയുമ്പോഴറിയണേ നിങ്ങളുടെ സ്ഥലം ഉണ്ടെന്ന്. സിനിമയിലൂടെ കണ്ടപ്പോക്ക് വല്ലാണ്ട് ഇതായി കാണാനുള്ള ഒരു ആഗ്രഹം കൂടി ആയില്ല. സിനിമയിൽ ഇപ്പൊ വന്നല്ലേ ഗുരുവായൂരിനെ ഇപ്പൊ 11 സിനിമ പിടിച്ചിട്ടുണ്ട്, കാണണല്ലോ എന്നൊരു ഇതുണ്ടായിരുന്നു. കൊക്കരക്കോ എന്ന് പറഞ്ഞ സിനിമ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ എന്റെ എത്രയോ വർഷം പിടിച്ച സിനിമയുടെ കൊക്കരക്കോ. പക്ഷെ ഇത് ഈ രണ്ട് സൈഡും ഈ ഇതൊക്കെ ഇപ്പൊ അടുത്തുണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. മാക്സിമം ഒരു 2-4 കൊല്ലത്തിന്റെ ഉള്ളിൽ വന്നതാണ് ഇതൊക്കെ പറഞ്ഞത്. അന്ന് കൊക്കരക്കോ സിനിമയിലത്തൊക്കെ വ്യൂ ഇഷ്ടപ്പെട്ടുണ്ടാവും. അന്ന് ഈ റോഡ് മാത്രം ഉണ്ടാവുള്ളൂ, ഈ രണ്ട് സൈഡ് പാടം നേരെ പാടമായിട്ട്. പാലക്കാടൊക്കെ എപ്പോഴും ഉണ്ടല്ലോ സ്ഥലമൊക്കെ. പാലക്കാട് അതുപോലെ തന്നെ പാലക്കാട് തൃശ്ശൂര് ഈ രണ്ട് സ്ഥലത്തും സൂപ്പർ ഏരിയകളാണ്. അതുപോലെ ഞങ്ങൾ ഇരിക്കുന്ന പുറകുവശല്ലേ എന്ത് രസാന്ന് നോക്കി കാണാൻ. നല്ല വ്യൂ ആണ് അവിടെ. എന്ത് രസാ, 2 പശുക്കളൊക്കെ കാണാണ്ടില്ലേ. അവിടേക്കൊന്നും നെൽകൃഷി ഇല്ലല്ലോ അച്ഛാ? നെൽകൃഷി ഉണ്ടാവും, അതിപ്പോ വേനൽക്കാലല്ലേ അതാവും. കാരണം അവിടെ നമുക്ക് നിക്കാൻ പറ്റും. കൊള്ളാം എന്തായാലും. ചേട്ടാ ഇവിടെ ഉള്ള ആളല്ലേ? അതല്ലേ. ഇവിടെ ഇപ്പൊ എത്രയായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ആയിട്ടത്? അധികമായിട്ടില്ല. ഇവിടെ മനോഹരം തന്നെയായിരുന്നു കൃഷിയും കാര്യങ്ങളായിട്ട്. സർക്കാരിന്റെ പുതിയ പദ്ധതി പ്രകാരമൊക്കെ ചില കാർഷിക പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടാണ് ഇപ്പൊ വീണ്ടും ഇപ്പൊ ചെയ്തു വരുന്നില്ല. ഇത് മുനിസിപ്പാലിറ്റി ചെയ്യുന്നതാണ്? അല്ല, മുനിസിപ്പാലിറ്റി അല്ല, പാടശേഖര സമിതിയുടെയാണ് അത്. പാടശേഖര സമിതി അവര് ചെയ്യുന്ന കൃഷിയില്ല. ഇപ്പൊ ഇതൊക്കെ വന്നിട്ട് ഇപ്പൊ നമ്മുടെ മുനിസിപ്പാലിറ്റി പ്രൊജക്ട് ആയിട്ട് ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടി ചെടികൾ വലുതായി കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും. നല്ല ശരിയാ. കാരണം ആൾക്കാർക്ക് സാന്ധ്യ സമയത്തൊക്കെ വന്നിരിക്കാനും ഉല്ലസിക്കാനും പറ്റുന്ന സ്ഥലമാണ്. ചില ടീ ഹബ്ബുകളോ ഹബ്ബുകളൊക്കെ നല്ല സൂപ്പറായി. അത് നല്ലൊരു ഏരിയ കേട്ടോ. അത് സാധാരണഗതിയിൽ തന്നെ പാടത്തുകൂടെ സെൻട്രൽ റോഡ് അത്ര ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഇതൊക്കെ വന്നപ്പോ ഉപയോഗപ്പെടുത്തിയതാണ്. അതന്നെ പല സ്ഥലത്തും ഈ മുനിസിപ്പാലിറ്റി ഇത്തരത്തിലുള്ള അതുപോലെ തന്നെ സിനിമകള് ഒത്തിരി വന്നിട്ടുണ്ട് ഇവിടെ അല്ലേ?
11 സിനിമ പിടിച്ചിട്ട് തോന്നുന്നു അല്ലേ? സിനിമകളുണ്ട്. പിന്നെ ഈ ഗുരുവായൂർ മേഖലയുമായി ബന്ധപ്പെട്ട തന്നെ ആർട്ട് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് ഡയറക്ട് ചെയ്യുന്നുണ്ടാവും. എങ്ങനെ മനീഷ്. മനീഷ്, ഓക്കെ, ശരി. നമ്മളെ അവിടെ നിന്ന് പോന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുമ്പോഴല്ലോ അതിമനോഹരമായിട്ടുള്ള പാടാണ്, പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള പാടാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സൈഡിലാണ് കനാലില് വെള്ളമുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഈ സൈഡിലേക്ക് കൂടുതലായിട്ട് കൃഷി ഇറക്കുന്നത്. അതെ, എന്തായാലും നല്ല രസമുണ്ട് കാണാൻ, നല്ല പച്ചപ്പ്, നല്ല തണുപ്പ്, നല്ല കാറ്റ്, നല്ല ഇതുണ്ട്, കാറ്റ് വീശുണ്ട്. അതാണ് ഈ വേനൽക്കാലത്ത് ഇത്ര തണുപ്പ്, സമാധാനം. പിന്നെ എന്താ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ 4 മണി 5 മണി സമയത്ത് ഈ പോക്കുവെയിൽ എന്ന് പറയും. ഈ പോക്കുവെയിൽ കൊണ്ട പൊന്നാവും എന്ന് പറയാ. അതുകൊണ്ട് അത് കൊള്ളണം എന്ന് പറയും, പഴയ ആൾക്കാർ പറയും. കൊള്ളാം. അതാണ് നല്ല. അങ്ങോട്ടും വഴിയുണ്ടല്ലേ? അങ്ങോട്ട് വഴിയുണ്ട്, അത് വേറെ റൂട്ടാണത്. ഇത് ഇങ്ങനെ എല്ലാം കണക്ഷൻ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ശിവജി സാറിന്റെ വീട് ഇവിടെ അടുത്താണ് കേട്ടോ. മാക്സിമം ഒരു 1/4-3/4 കിലോമീറ്റർ പോയി കഴിഞ്ഞാല് ആളുടെ വീടായി. മലയാള സിനിമയിലെ ശിവജി ഗുരുവായൂർ കാർ പാർക്കിംഗ് സിനിമയിലുണ്ട് അല്ലെ? കാർ പാർക്കിംഗ് അല്ല, ഡ്രൈവിംഗ് ലൈസൻസ് സിനിമയില് പോലീസുകാരനായിട്ടുണ്ട് അല്ലെ? പുള്ളി ഒരുപാട് സ്ഥലത്ത്. അതുപോലെ തന്നെ നമ്മുടെ ശിവജി സാർ അഭിനയിച്ച ഒരു സിനിമയില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞാല് നമ്മുടെ സിദ്ദിഖ് സാർ എടുത്ത സിനിമയാണ് കേട്ടോ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. അതില് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആലപ്പുഴയ്ക്ക് മോഹൻലാലും മറ്റേ എന്താ പറയാ കൂട്ടുകാരെ കൂടിയിട്ട് പോകുന്ന ഒരു സീനുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചോദിക്കും, അഷറഫെ അവിടെ എത്ര ഉള്ളത്? 3 CR മാറ്റി വെക്കണ്ട, പിള്ളേര് വന്നിട്ട് ആവശ്യത്തിന്. അതൊക്കെ നല്ല അടിപൊളി സിനിമയാണ് അതൊക്കെ. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ നാടക നടനാണ് അദ്ദേഹം. അതിൻ്റെതായിട്ടുള്ള ആ ഒരു പെർഫെക്ഷൻ അടിപൊളിയാ. അപ്പൊ ഞങ്ങള് ഇവിടെ വന്നപ്പോ 11 സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇവിടെ ലൊക്കേഷൻ. ഇപ്പൊ ഗുരുവായൂരിങ്ങനെ സ്ഥലമുള്ള കാര്യം അങ്ങനെ അറിയില്ലെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്രയും ശ്രദ്ധിച്ചില്ല. ഗുരുവായൂർ സിനിമയിൽ കൂടി വന്നപ്പോ ഞാൻ ഞെട്ടിയാ ഇങ്ങനെ സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നോ? അച്ഛനറിയാട്ടോ പിന്നെ ഈ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ. നല്ല രസമുള്ള സ്ഥലമാണിത്. അത് ആ സിനിമയിൽ തന്നെ ആ ലൊക്കേഷൻ കാണിച്ചത് അടിപൊളിയാണ്. അതായത് ബേസിൽ വന്ന് കാറിൽ വന്ന് ഇറങ്ങണതും, അതുപോലെ തന്നെ നായികയായിട്ടുള്ള എന്താ അവരുടെ പേര്, അനശ്വര രാജേന്ദ്രൻ, അവര് വന്ന് ഇറങ്ങണതും രണ്ടാൾ കാണുന്നതും, അങ്ങനെ ഒരു സീനാണ് ഇത് ഇവിടെ എടുത്തത്. പക്ഷെ അത് നല്ല രസമാണ് കാണാൻ സീൻ. കൊള്ളാം, നല്ല സ്റ്റൈലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഒരുപാട് ആൾക്കാർ നല്ല നല്ല കമന്റുകൾ എഴുതുന്നുണ്ട്. നമ്മുടെ വീഡിയോനെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇനിയും സപ്പോർട്ട് വേണം. ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാരും ലൈക്ക് ഒക്കെ അടിക്കണം കേട്ടോ. സന്തോഷമുണ്ട് ഒരുപാട്. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.